ആന്ധ്രാക്കാരുടെ സ്വന്തം പുനുകുലു. നമ്മൾ ഇവിടുത്തെ വട പോലെയൊക്കെ എനിക്ക് കണ്ടാൽ വളരെ എളുപ്പമൊക്കെ ഉണ്ടാക്കാനൊക്കെ ഒരു സാധനമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കണ്ടേ? നമുക്ക് ആ വീഡിയോ മൊത്തം മിസ്സാക്കാതെ കണ്ടു നോക്കാം. അന്നേരം മനസ്സിലാവും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇത്ര എളുപ്പം ഉണ്ടാക്കാനൊക്കെ ഒന്നും. നമ്മുടെയൊക്കെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാനൊക്കുന്ന ഒരു സാധനമാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്നേ 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ സ്നാക്ക്, 4 മണിക്ക് സ്നാക്ക് മാത്രമായിട്ടല്ല, അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതെന്താണെന്നില്ലയോ, ഒരു ആന്ധ്ര റെസിപ്പിയാണ്. അതിൻ്റെ പേര് പുനുകുലു. എന്തേ പുനുകുലു എന്ന് വെച്ചാൽ നിങ്ങളാരും പേടിക്കേണ്ട പേര് കേട്ട്. കാരണം ഇത് നമ്മുടെയൊക്കെ മലയാളികളുടെ എല്ലാ വീടുകളിലും മിക്കവാറും കാണുന്ന ഒരു 1-2 കൂട്ടം സാധനങ്ങളുണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പം ഉണ്ടാക്കാനൊക്കെ ഒരു സാധനമാണ്. ഈ വീഡിയോയ്ക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങൾ 10 മിനിറ്റ് കൊണ്ടാണ് വളരെ എളുപ്പം എന്നൊക്കെ ചോദിക്കുമായിരിക്കും. അത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കാര്യങ്ങൾ പറയുന്നതാണ് സമയം കൂടുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്കൊന്ന് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഹൈപ്പ് ചെയ്യാനും ഒക്കെ മറക്കരുത്. ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്കിനി ഇതെങ്ങനെ പുനുകുലു ഉണ്ടാക്കാൻ നോക്കണ്ടേ. അതെന്തോ സാധനം കൊണ്ട് ഉണ്ടാക്കുന്നറിയോ? നമ്മുടെ ഇഡ്ഡലി മാവ്. നമ്മൾ ഞാൻ പറഞ്ഞത് എല്ലാ വീടുകളിലും കാണുന്ന സാധനമാണ്. ഇഡ്ഡലി മാവ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പം ഉണ്ടാക്കാനൊക്കെ. ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ പറയണം. കാരണം നിങ്ങൾ ആരും അഭിപ്രായങ്ങളായിരുന്നു പറയുന്നില്ല. എല്ലാവരും എന്തൊക്കെ നേരിട്ട് പറയും അത് നല്ലതായിരുന്നു, അല്ലെങ്കിൽ അതിനകത്ത് ഇന്ന സാധനങ്ങൾ വേണമെന്ന് നേരിട്ട് പറയുന്നുണ്ട്. അതങ്ങനല്ല. ഈ വീഡിയോയ്ക്കകത്ത് തന്നെ നമ്മൾ യൂട്യൂബിൽ തന്നെ കമൻറ്റ് ചെയ്താൽ ഇത് കാണുന്നവർക്ക് എത്ര തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതുകൂടെ ചെയ്യുക. നമുക്കിനി നേരെ വീഡിയോയിലോട്ടൊന്ന് പോകാം. നമ്മുടെ പുനുകുലു ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ദോശമാവ്, ദോശയുടെ അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ ബാറ്റർ വേണം. വെച്ചാൽ നല്ല കട്ടിയായിട്ടുള്ള ബാറ്റർ, വെള്ളം കൂടുതലാവുന്നവരുത്, നല്ല കട്ടിയായിട്ടുള്ള ബാറ്റർ വേണം. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടുന്നത് ഒരു 2 കപ്പ് ഇഡ്ഡലി മാവാണ് എടുത്തേക്കുന്നത്. ഇത് അപ്പം നമ്മുടെ മെഷറിംഗ് കപ്പിനകത്ത്, ഈ മെഷറിംഗ് കപ്പിനകത്തിൽ 2 കപ്പ് ഇഡ്ഡലി മാവാണ് എടുത്തേക്കുന്നത്. അതിനകത്തിൽ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പിന്നെ ആ 2 കപ്പ് മാവിന് മെഷറിംഗ് കപ്പിൽ തന്നെ 1/2 കപ്പ് റവ, അതുപോലെ നമ്മൾ ടേബിൾ സ്പൂൺ, ഇത് മെഷറിംഗ് സ്പൂണാണ്, അതിനകത്ത് 4 ടേബിൾ സ്പൂണ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ പറഞ്ഞതുണ്ട്, ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള, കുറച്ച് കറിവേപ്പില ഇച്ചിരി കൂടുതൽ തരും കുഴപ്പമില്ല, ഞാൻ 2 തന്നെ എടുത്തുള്ളൂ, 2 പച്ചമുളക്, അധികം എരിയില്ലാത്തതാണ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കുരുമുളക് പെപ്പർ ചതച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് വെച്ചേക്കുന്നത്. നമുക്കിതിനെല്ലാം കുഞ്ഞാന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ പിള്ളേരൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ പിള്ളേർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും എരിയില്ലാത്ത പച്ചമുളക് ചേർക്കാം, ഇഞ്ചിയുടെയൊക്കെ അളവ് കുറയ്ക്കാം, കുരുമുളക് ചേർക്കാതെ എടുക്കാം. അപ്പോൾ നമുക്കില്ല ഇഞ്ചി വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ഇഞ്ചി വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പം നമുക്കിത് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ നോക്കും. ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞുകൊണ്ട് വരട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സവാള നല്ല കുഞ്ഞാന്ന് അരിഞ്ഞു വെച്ചു, പച്ചമുളക് അരിഞ്ഞു വെച്ചു, ഇഞ്ചി അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു, കരിവേപ്പില അരിഞ്ഞു വെച്ചു. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഈ മാവിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നീളം കൂടിയാൽ നിങ്ങൾ ഉണ്ടാക്കി വരുമ്പോൾ ഉണ്ടല്ലോ, വളരെ എളുപ്പം ഉണ്ടാക്കാൻ വെക്കും. 5-10 മിനിറ്റ് തൊട്ട് ഉണ്ടാക്കിയെടുക്കാൻ വെക്കും. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് എടുത്ത് വെച്ചിരുന്ന റവ അതും ചേർത്ത്, നമ്മൾ എടുത്ത് വെച്ചിരുന്ന അരിപ്പൊടി അതും ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ദോശമാവിന് നീളം നല്ല പരുവത്തിൽ കിട്ടും. അന്നേരം നമുക്കിനി അഥവാ ഒത്തിരി കുഴഞ്ഞു പോയെന്ന് കണ്ടാൽ കുറച്ച് ദോശമാവ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കരുത്, ദോശമാവ് മാത്രം ചേർക്കാവുള്ളൂ. ഇത് ഈ പരുവത്തിലായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാടും കുഴഞ്ഞു പോകരുത്, ഒത്തിരി ലൂസായി പോകരുത്. ഇതുപോലെ ഇഡ്ഡലി മാവ് എടുക്കുമ്പോൾ ഒരുപാട് പുളിക്കരുത്, ചെറിയ പുളിയാകാവുള്ളൂ. നമുക്കിനി കൈ കൊണ്ട് ഇങ്ങനെ പിച്ചിങ്ങനെ ഇട്ട് കൊടുക്കണം. ഈ പരുവത്തിലിരിക്കണം, എന്നിങ്ങനെ കണ്ട ഈ പരുവത്തിലിരിക്കണം. അപ്പം നമുക്കിനി ഒന്ന് ചുട്ടെടുക്കാം. അതേസമയം വെച്ചേക്കണ്ട, ഇപ്പം തന്നെ ചുട്ടെടുക്കാം നമുക്ക്. പിന്നെ അതിനകത്ത് ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം. കാരണം നമ്മൾ ഇഡ്ഡലി മാവിനകത്ത് ഉപ്പ് ചേർത്തതാണെങ്കിൽ വേണമെങ്കിലേ ഉപ്പ് ചേർക്കാവുള്ളൂ. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണം തീരുമാനിക്കാം. ഈ റവയൊക്കെ ചേർത്തോണ്ട് ഉപ്പ് കുറവാന്ന് തോന്നി ഇച്ചിരി ഉപ്പൂടെ ചേർക്കാം. ഇനി നമുക്ക് നമ്മുടെ പുനുകുലുവിനെ ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് 2 ചീനച്ചട്ടിക്കകത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ മൂത്തതിന് ശേഷം ഇതിടാവുള്ളൂ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ പിച്ച് അങ്ങോട്ട് കൊടുക്കണം.
ഷേപ്പൊന്നും ഇല്ല, നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കാന്നുള്ളേ ഉള്ളൂ. നമുക്കിത് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു നേരത്തെ ഫുഡായിട്ടൊക്കെ എല്ലാം ഡയറ്റ് എന്നൊക്കെ നോക്കുന്നവർക്ക് അധികം ഫുഡ് കഴിക്കാത്തവർക്ക് വേണം കഴിക്കാം. 4 മണിക്ക് ചായക്കടിയായിട്ട് കഴിക്കാം. ഇനി ഒരു വശം ചെറുതായിട്ടൊന്ന് നമുക്ക് തീയൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ടൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നതിന് ശേഷം മാത്രം തിരിച്ചിടാം. ഇപ്പോഴേ തിരിച്ചിടാക്കി ഉടഞ്ഞു പോകും. ഒന്ന് ചെറുതായിട്ട് മൂത്തിട്ട് വേണം നമുക്ക് തിരിച്ചിടാൻ. നമ്മൾ ഇപ്പം 2 മിനിറ്റൊക്കെ കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇത് ചട്ടയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പരുവമായി. ഒരു വശം ഒന്ന് ചെറിയ ബ്രൗൺ കളറാകുമ്പം തിരിച്ചിടുക. നമ്മൾ ഒത്തിരി മൂക്കത്ത് പുറമേ നല്ല ബ്രൗൺ കളറായിരിക്കും, അകം നല്ല ക്രിസ്പി ആയിരിക്കും, അകം നല്ല സോഫ്റ്റും ആയിരിക്കും. ആ പരുവത്തിലാണ് നമുക്ക് എടുക്കേണ്ടത്. ഒന്ന് ഒരു അടിവശം ഒന്ന് ചെറിയ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കിയാലോ നിറം മാറിയെന്നൊക്കെ അറിയാമല്ലോ. നിറം വലിയതായിട്ട് മാറിയിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ ചെറുതായിട്ട് ബ്രൗൺ കളർ വന്നതേ ഉള്ളൂ. മറ്റേ വശം അതുപോലെ ഇടന്ന് നല്ല മൂത്ത് നല്ല ക്രിസ്പി ആയിട്ട് 2 സൈഡ് പുറമേ നല്ല ക്രിസ്പി ആയിട്ട് വരണം. മീഡിയം ഫ്ലെയിമിലാക്കണം എന്ന് പറഞ്ഞ കാര്യം, നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വേവത്തില്ല, പുറമേ മാത്രം കരിഞ്ഞു പോവുകയും ചെയ്യും. ഇതിപ്പോൾ നല്ല ലൈറ്റ് ബ്രൗൺ കളറായിട്ട് നമുക്കിനി എടുക്കാം. ഇത് മൂത്തിട്ടുണ്ട്, നല്ല പുറമേ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കിനി എടുക്കാം. ഇതുപോലെ നമുക്ക് ഇതെല്ലാം മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ പുനുകുലു റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി കട്ടൻ ചായയൊക്കെ ഇട്ടിട്ട് അതും കൂട്ടി ഇതൊന്ന് കഴിച്ചു നോക്കാം. ഇന്നത്തെ ചായയുടെ കൂടെ ഒരു കടി. അതെന്താ നമ്മുടെ നാട്ടിലും കിട്ടാത്തൊരു സാധനമാണ്. പുനുകുലു. പുനുകുലു അത് ആന്ധ്ര റെസിപ്പിയാ. ആന്ധ്രാക്കാരുടെ കുഞ്ഞു. അത് ചമ്മന്തിയും കൂട്ടി കഴിക്കണോ സോസും കൂട്ടി കഴിക്കണോ ഏതാ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഏതിൻ്റെ കൂടെ കഴിക്കുമ്പോഴേ ടേസ്റ്റ് ഒന്ന്. ഞാൻ ചമ്മന്തിയും കൂട്ടി കഴിച്ചു നോക്കാം. ഇഡ്ഡലി മാവ് കൊണ്ടേ ഉണ്ടാക്കുന്ന ഒരു സാധനം അത്. ഇഡ്ഡലി മാവ് കൊണ്ട് അല്ലാതെ ഉണ്ടാക്കാണ്ടില്ലേ? ഇഡ്ഡലി മാവ് ഉണ്ടാക്കണ അതിൻ്റെ ടേസ്റ്റ് മുഴുവൻ ഓർത്തുള്ളൂ. മൂന്നും കൂട്ടി കഴിച്ചോട്ടെ ഏതാ ടേസ്റ്റ് എന്ന് പറയണം. ഞാൻ വരുന്നു. അവനോടെ കൊടുത്തു. എരിവൊന്നുമില്ല. നോക്കാം. എരിവ് കുറച്ചതാ. ഇനി സത്യസന്ധമായിട്ട് പറയണം. കറിയില്ലാതെ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. കറി കൂട്ടി. കറിയാണോ നല്ലത് ചട്നിയാണോ സോസാണോ നല്ലത്? ചേട്ടൻ തന്നെ അഭിപ്രായം. എരി ഇച്ചിരി കുറച്ചതാ. ചൂടോടെ കഴിക്കാൻ നല്ലതാ. ആന്ധ്രക്കാർക്ക് എരിവ് വേണ്ട. അതുകൊണ്ട് അതെനിക്കറിയത്തില്ല. ഇങ്ങനെ ഞാൻ കണ്ടപ്പോൾ അതിനകത്ത് എരിയൊന്നും കണ്ടില്ല. ഞാൻ പിന്നെ പിള്ളേരുണ്ടോ ആണോ സോസിന്റെ കൂടെ ചട്നിയുടെ കൂടെ എനിക്ക് സോസാ ഒന്നുകൂടെ ഇഷ്ടപ്പെട്ടെ. ഇത് കേട്ടല്ലോ ചട്നി. അത് സ്പെഷ്യൽ ചട്നി. അത് അവന് കൊടുക്കുന്നില്ലേ? ഇത് രണ്ടാമത്
അവനോട് കൊടുക്കാം. ഇത് രണ്ടാമത്, ഇത് ഒന്നാമത്, ഇത് മൂന്നാമത്. അപ്പം കേട്ടുള്ള അഭിപ്രായം എളുപ്പം ഉണ്ടാക്കാനൊക്കും. വീഡിയോയ്ക്ക് നീളം കൂടി വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന അത്ര പ്രയാസം വരത്തില്ല. വീഡിയോ എടുക്കുമ്പോൾ വെച്ച് നീളം കൂടുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്, അതുകൂടെ ചെയ്തേക്കണം. അപ്പം നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. എന്റെ പേരെന്നോട് പറഞ്ഞു പൂഞ്ഞുകുലു.